ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മുഖം ചുളിക്കും, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ആദ്യം സാമ്പ്രാണി കാണിക്കുമ്പോൾ ബാത്റൂമിൽ ഇതുപോലൊരു കപ്പ് സാമ്പ്രാണി നമ്മൾ ബാത്റൂമിൽ കത്തിച്ച് വെക്കണം എന്നാണ് പറയുക. കാരണം എല്ലാ നെഗറ്റീവ് എനർജിയും സാധാരണ നമ്മുടെ വീടിൻ്റെ അകത്ത് ബാത്റൂം ഉണ്ടാവാനേ പാടില്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഫുൾ നെഗറ്റീവ് എനർജി ബാത്റൂമിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബാത്റൂം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കുക. അതേപോലെ തന്നെ വീക്ക്ലി വൺസോ വീക്ക്ലി ട്വൈസ് നമ്മൾ ഇതുപോലെ പുക ഇടുക. ഞങ്ങൾ പനീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അത്രയും പുക ഇട്ടതിന് ശേഷം നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ബാത്റൂമിൽ കപ്പ് സാമ്പ്രാണി, ഇതിന് വേണ്ടി സെപ്പറേറ്റ് കപ്പ് സാമ്പ്രാണീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ പൂച്ചേനെ നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ മുൻപ് വീട്ടിലുള്ളപ്പോൾ പൂച്ച വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വാസ്തുപരമായിട്ട് നമ്മൾ പൂച്ചയെ വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണ്. ഈ വക കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര അധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എനിക്കിഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഇതെങ്ങനെ മാനേജ് ചെയ്യും, പറ്റുമോ എന്നുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളും. ഒന്നാമത് റെൻ്റൽ ഹൗസാണ്, രണ്ടാമത് നമ്മൾ കുറേ ട്രാവൽ ചെയ്യുന്ന ആളുകളായ കാരണം കൊണ്ട് നമ്മളൊരു ഇപ്പോൾ പൂച്ചയാണെങ്കിലും ഡോഗ് ആണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. കാറിൽ കയറിയതിന് ശേഷം നമുക്ക് ഈ ഗ്രൈൻഡറിൽ മാവ് അരയ്ക്കാനിട്ട അവസ്ഥയായിരുന്നു. പ്രകാശേട്ടൻ റോഡ് മുഴുവനുള്ള കുണ്ടും കുഴിയിലൊക്കെ കൊണ്ടുപോയി കാറിടാന്നുള്ളൊരു നേർച്ച നടന്നിട്ട് ആ വീട്ടിൽ നിന്ന് വണ്ടി എടുത്താൻ തോന്നുന്നു. അങ്ങനെ ഇട്ട ആട്ടമായിരുന്നു കേട്ടോ. നമ്മൾ വീട് മാറിയ കൈയോട് കൂടി തന്നെ നമ്മൾ ലൂണീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ പേര് ലൂണ എന്നാണ് കേട്ടോ. ഓരോരുത്തരും മാറി മാറിയാണ് ലൂണേനെ ഒരു ബാഗിൽ കൂടെ ഒരു ബാഗും പിന്നെ ലിറ്റർ ട്രേ ഒക്കെ കൊണ്ടുപോകണം ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആൾ ഭയങ്കര എന്താ പറയുക, ഒബീഡിയൻ്റ് ആണ്, ഒരു പ്രശ്നമില്ല. എനിക്ക് സാധാരണ ഡോഗ്സിനെയാണ്, ക്യാറ്റിനേക്കാൾ കൂടുതൽ ഡോഗാണ് ഇഷ്ടം. പക്ഷെ ഇവളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണ്. പിന്നെ വാസ്തുപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചയെ വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. ഇത് എന്താണ്, നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ജിഗർദണ്ഡയാണ്. അവർ നോർമൽ ജിഗർദണ്ഡയും ഞാനൊരു ബാസുന്തി ജിഗർദണ്ഡയാണ് വാങ്ങിച്ചത്. അതെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. എന്തോ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ശ്രീരാം ഇങ്ങനെ ലൂണേനെ കളിപ്പിക്കുകയാണ്. അവൾക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്തോ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്, അവളൊരു കൂടിനകത്തും വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ദേഷ്യമാണ് അവളുടെ മുഖത്ത് മുഴുവനായിട്ടും. പിന്നെ അനിയൻ്റെ വീട്ടിലേക്ക് പോവല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അനിയൻ്റെ കൊച്ചിനൊരു ടോയും വാങ്ങിച്ചു. അത് ചീറ്റി പോയിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. അനിയൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിയപ്പോഴേക്കും ശ്രീരാമനും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി. അപ്പോൾ ഒരേ പ്രായത്തിൽ 2 കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഇവിടെ ഒരു ഭൂകമ്പം തന്നെയായിരിക്കും. പിന്നെ അവനൊരു ഗണ്ണ് ഇതുപോലെ വാങ്ങിച്ചു കൊടുത്ത് അവന് ഇഷ്ടമായി, ശ്രീരാമന് ഇഷ്ടമായി. പിന്നെ അത് കയ്യിൽ കിട്ടേണ്ട താമസം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം A to Z അവൻ നോക്കിയായിരുന്നു. എനിക്ക് പോലും അറിയില്ല അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വിത്ത് ലവ് പ്രകാശ് അപ്പ എന്നൊക്കെ ഞാൻ അതിൽ എഴുതി വെച്ചായിരുന്നു. പ്രകാശ് ഏട്ടൻ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അവൻ പ്രകാശ് അപ്പ എന്നാണ് കേട്ടോ വിളിക്കുക, അനിയൻ്റെ കുട്ടി. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് ഈ B2G എന്ന ഫ്ലാറ്റ് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റു അടിച്ചു കേട്ടോ. നൊസ്റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല ഓർമ്മകളൊക്കെ ഓടി വന്ന് നമ്മളിവിടെ റെൻറ്റിന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മൾ കുറച്ച് കാലം താമസിച്ചായിരുന്നു. അപ്പോൾ ആ വീട് അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു കുറേ ഓർമ്മകൾ, പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ കുറച്ച് നേരം ആ വീട് തന്നെ അങ്ങ് നോക്കിയിരുന്ന്. പിന്നെ അനിയൻ്റെ വീട്ടിലേക്ക് പൂജാരി വന്നുകൊണ്ടാണെന്ന് അറിയില്ല, അവൻ എന്താ പറയുക, സാമി പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്തത്. ഓൾമോസ്റ്റ് നമ്മുടെ ഫാമിലീൻ്റെ നടുക്ക് ഒരു പൂജാരി എഫക്റ്റാണ് അതെന്തായാലും. പക്ഷെ ആ പാട്ട് കേട്ട് വരാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ബ്രദറിൻ്റെ കൊച്ചിൻ്റെ പേര് അഥർവ എന്നാണ്. അഥർവയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു ശ്രീരാം. അഥർവ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷത്തിലായിരുന്നു അവൻ. പിന്നെ ഇവരുടെ വീട്ടിൽ പുതിയതായിട്ട് റീസെൻ്റായിട്ട് അനിയന് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടമാണ് ഈ ഫിഷ് ടാങ്കിനോട്. അവൻ ഫിഷ് ടാങ്കൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കൗതുകമായിരുന്നു. എന്തൊക്കെ മെഷീൻസും കാര്യങ്ങളും ലൈറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് സിസ്റ്ററിന് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും തനിയന് ഭയങ്കര ക്രേസാണ് ഇപ്പോൾ റീസെൻ്റായിട്ട്. പക്ഷെ അത് കാണാൻ നല്ലൊരു ഐശ്വര്യവും അത് ഭയങ്കര പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ഫിഷ് ടാങ്കൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതൊക്കെ വാസ്തുപരമായിട്ട് നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ.